എല്ലാവർക്കും സ്നേഹവന്ദനം. ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ദൈവദിനം ശ്രദ്ധിക്കുവാൻ കാതോർത്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവദിനത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട്. അത് മാറ്റമില്ലാത്തതാണ്. അത് അരുളി ചെയ്തത് ദൈവമാണ്. തിരുവായ് കൊണ്ട് അരുളി ചെയ്ത ദൈവം തൃക്കൈ കൊണ്ടത് നിവർത്തിക്കും. അത് തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യമുള്ളതാണ്. ദൈവവചനം കേട്ട് വിശ്വസിച്ച് അനുസരിച്ച് അംഗീകരിച്ച് ജീവിതത്തിൽ രൂപാന്തരപ്പെട്ട ഒരുപാട് വ്യക്തികളുണ്ട്. സാക്ഷികളുടെ ഒരു വലിയ സമൂഹം. നമ്മെ നിത്യതയോട് അടുപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം പ്രാർത്ഥനയോടെ ഇന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. എന്തെങ്കിലും തുടങ്ങി വെച്ചാൽ അത് നന്നായി പൂർത്തീകരിക്കണമെന്ന താല്പര്യം എല്ലാ മനുഷ്യർക്കുമുണ്ട്. നന്നായി തുടങ്ങണം, ശരിയായി ചെയ്യണം. എങ്കിൽ മാത്രമേ നല്ല ഒരു പൂർത്തീകരണത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി എന്താണ് എന്നുള്ളതാണ് നാം ചിന്തിക്കുന്നത്. നിങ്ങളിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി. നല്ല പ്രവൃത്തികളെല്ലാം ആരംഭിക്കുന്നത് ദൈവമാണ്. ഒരു മനുഷ്യനിൽ ആരംഭിക്കുന്ന അല്ലെങ്കിൽ അവനിൽ ദൈവം ചെയ്യുന്ന ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അവനെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി മാറ്റുക, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അവനെ അനുരൂപപ്പെടുത്തുക എന്നുള്ളതാണ്. അത് ലോകത്തിൽ ആർക്കും ചെയ്തെടുക്കുവാൻ കഴിയുന്ന കാര്യമല്ല. മനുഷ്യൻ്റെ സ്വഭാവം പ്രാകൃതമാണ്, തിന്മ നിറഞ്ഞതാണ്. ഇച്ഛിക്കാത്ത തിന്മകളാണ് പലപ്പോഴും മനുഷ്യൻ ചെയ്യുന്നത്. പുറമേ നല്ല മേക്കപ്പൊക്കെ ഇട്ട് മനുഷ്യൻ നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകൾ വിഷമയമാണ്, മലീമസമാണ്, അശുദ്ധമാണ്. എന്നാൽ ഹൃദയത്തിലെ ചിന്തകളെപ്പോലും രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ള, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാക്കി മാറ്റുവാൻ കഴിവുള്ള ഒരു പ്രവൃത്തി, അതാണ് നമ്മിൽ ആരംഭിച്ച പ്രവൃത്തി. നമ്മിലെന്ന് പറയുമ്പോൾ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുവിനെ രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിച്ച ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആരംഭിച്ച നല്ല പ്രവൃത്തിയാണ് രക്ഷയുടെ പ്രവൃത്തി, അല്ലെങ്കിൽ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാക്കുവാൻ ദൈവം ആഗ്രഹിച്ച് ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത്. നാം എന്നാണോ കർത്താവിനോട് ചേരുന്നത്, അതായത് വിട്ടുപിരിഞ്ഞ് നാം എന്നാണോ ഈ ലോകം വിട്ട് ക്രിസ്തുവിനോട് ചേരുന്നത്, അന്നാണ് ഈ പ്രവൃത്തിയുടെ പൂർത്തീകരണം നടക്കുന്നത്. ശരിക്കും ഈ പൂർത്തീകരണത്തിലേക്കുള്ള ലക്ഷ്യമാണ് നമ്മുടെ ജീവിതം. ഈ ലക്ഷ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നമ്മുടെ പ്രയാണത്തെ ഓട്ടമായും യുദ്ധമായും അധ്വാനമായും ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷത്തോടൊക്കെ ഉപമിച്ചുകൊണ്ട് നാം ചിന്തിക്കണം. ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് പറയുന്നത്. അവസാനമുള്ള എല്ലാറ്റിനും ഒരാരംഭമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. തുടക്കം നന്നായാൽ പാതി നന്നായി എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. ആകർഷകമായ ഒരു തുടക്കത്തിന് പിന്നാലെ നാം നിഷ്ക്രിയരായിട്ട് തീർന്നു പോയാൽ, അല്ലെങ്കിൽ നിഷ്ക്രിയരായി പോയാൽ യാതൊരു ഫലവും ഉണ്ടാവില്ല. പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ നമുക്ക് കഴിയുകയുമില്ല. നല്ല തുടക്കം നല്ലതാണ് എപ്പോഴും. അമിത ആവേശം ചിലപ്പോഴൊക്കെ ദോഷം ചെയ്യാറുണ്ട്. അതുകൊണ്ട് ദൈവം നമ്മിൽ ആരംഭിച്ച ആ നല്ല പ്രവൃത്തി ദൈവം ആരംഭിച്ചതുകൊണ്ട് തീർച്ചയായും അത് തികച്ചെടുക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടതായ പ്രധാനപ്പെട്ട ഒരു കാര്യം. യേശുക്രിസ്തുവിൻ്റെ നാളോളവും അത് തികയ്ക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു നല്ല അവസാനം, ഒരു നല്ല പൂർത്തീകരണം, ആ ഒരു അനുഭവം നമുക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി ദൈവാശ്രയത്തോടും പ്രാർത്ഥനയോടും ആത്മനടത്തിപ്പോടും നാം ജീവിക്കണം. നല്ല മരണം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിൽ നല്ല എതിരേൽപ്പ്
നമുക്ക് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ആ പൂർത്തീകരണത്തിലേക്ക് പ്രയാണം ചെയ്യുന്നവർക്ക് മാത്രം അനുഭവിക്കുവാൻ കഴിയുന്ന ഒന്നാണ്. അതുകൊണ്ട് നാം എല്ലാവരും ഈ കാര്യത്തിൽ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. വീണ്ടെടുക്കപ്പെട്ട എല്ലാ ദൈവമക്കളും മനസ്സിലാക്കണം, എന്നിൽ ദൈവം ആരംഭിച്ച നല്ല പ്രവൃത്തി, യേശുക്രിസ്തു എന്നിൽ ഉരുവായി, അതാണ് എന്നിൽ ആരംഭിച്ച ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത്. ആ യേശു എന്നിൽ വളരണം, ആ യേശു എന്നിൽ വെളിപ്പെടണം. ഞാനല്ല യേശു അത്ര ജീവിക്കുന്നത് എന്നുള്ളത് എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് വെളിപ്പെടുത്തുവാൻ കഴിയണം. ജീവിച്ചാലും മരിച്ചാലും ഞാൻ യേശുവിനുള്ളവൻ എന്ന് ഞാനും ലോകവും അറിയണം. എന്നിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി അത് തികയ്ക്കുവാൻ ദൈവം ശക്തനാണ്. ഈ നല്ല പ്രവൃത്തി ആരിലെങ്കിലും ആരംഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളിലും ഒരു നല്ല പ്രവൃത്തി ആരംഭിക്കുവാൻ ദൈവം ശക്തനാണ്. നിങ്ങളുടെ പാപങ്ങൾ ദൈവത്തോട് ഏറ്റു പറയുക. യേശു കാൽവരി ക്രൂശിൽ മരിച്ചത് നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്ന് വിശ്വസിക്കുക. യേശുവിൻ്റെ ശുശ്രൂഷ നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയായിരുന്നു. യേശു ലോകത്തിൽ വന്നത്, ക്രിസ്തുയേശു ലോകത്തിൽ വന്നത് പാപികളെ രക്ഷിപ്പാനാണ്. അത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനമാണ്. ഇന്ന് ആ നല്ല പ്രവൃത്തി ആരംഭിച്ചവർക്കായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല പ്രവൃത്തികൾ ആരംഭിക്കുന്നതെല്ലാം ദൈവത്തിൽ നിന്നാണെന്ന്, ആ ദൈവം അത് പൂർത്തീകരിക്കുമെന്നുള്ള നല്ല ചിന്തകൾ ഞങ്ങളെ കേൾപ്പിച്ചതുകൊണ്ട് സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. യേശുവേ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. എല്ലാവർക്കും